ഇന്ന് ഒരു അസുലഭ മുഹൂർത്തമാണ്. ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് പെരുന്നയിൽ ഒരു സന്ധ്യാസമയത്ത് കൊളുത്തിവെച്ച ആ ഒരു ദീപം, ഒരു പ്രഭാനാളം ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ച ഒരു വൻ വൃക്ഷമായി മാറിയപ്പോൾ, ഒരു കാലത്ത് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ എന്നും മുൻപന്തിയിൽ നിന്നുള്ള പ്രബലമായ ഒരു സമുദായം അതിൻ്റെ താഴ്ചകളോട് പോയപ്പോൾ, ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയപ്പോൾ, ആചാരങ്ങൾ അനാചാരങ്ങളായി, അനാചാരങ്ങൾ ആചാരങ്ങളായി മാറ്റപ്പെട്ടൊരു സമുദായത്തിൽ അതിന് മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ മുന്നോട്ട് വന്നു. പരമഭട്ടാരക വിദ്യാധരാജ ചട്ടമ്പി സ്വാമികൾ പ്രഥമ ഗണനീയനായി സമൂഹത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ, വർണ്ണാശ്രമങ്ങൾക്കെതിരെ, സ്ത്രീ പുരുഷൻ്റെ സാമൂഹിക സമത്വത്തിന് അനുകൂലമായി സർവത്ര വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പോരാടിയപ്പോൾ നമുക്ക് ഒരു പ്രത്യാശയുടെ തിരുനാളം വീണ്ടും കിട്ടുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് നായർ സമുദായത്തിൻ്റെ ഓരോ മെമ്പറുടെയും, ഓരോ മനുഷ്യൻ്റെയും, നായർ സമുദായത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി ഇതര സമുദായങ്ങളോടുകൂടി തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മെ ആഹ്വാനം ചെയ്തത് ഭാരതകേസരി മന്നത്ത് പത്മനാഭനായിരുന്നു. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ആ മന്ത്രം തീർച്ചയായും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂടി, മറ്റു സമുദായത്തിനും കൂടി ഉദ്ധരിക്കുവാനും അവരെ രാജ്യസ്നേഹികളെ വളർത്താനുമുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം NSS ആരംഭിക്കുന്നതും അങ്ങനെ ഇന്ന് നാം കാണുന്ന രീതിയിൽ ഒരു വലിയ ഒരു വടവൃക്ഷമായി അത് മാറുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട്, വിളക്ക് കത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം. നായർ സർവീസ് സൊസൈറ്റിയുടെ ഇവിടുത്തെ ഭാരവാഹികളെയും കമ്മിറ്റി മെമ്പർമാരെയും ഇന്നത്തെ ചീഫ് ഗസ്റ്റിനെയും വിളക്ക് കൊളുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. വന്ദേ ശ്രീധരത്രിപ്പെരും നയമരും ശ്രീ പത്മനാഭ പ്രഭോ, വന്ദേ ശ്രീധരി പാർവതി പ്രിയസുതം ആചാര്യദേ മംഗളം, വന്ദേ ഭാരത കേസരീന്ദ്ര സുമതി കാരുണ്യവാരാനിധേ, വന്ദേ ഹൃത്തട പത്മമധ്യ സുലസൽ ആചാര്യ തുഭ്യം നമഃ. ഈ വർഷത്തെ വാർഷികാഘോഷത്തിൻ്റെ വിളക്കുകൾ തെളിഞ്ഞു. ആചാര്യമണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യുകയാണ്. ഖാർഗർ നായർ സർവീസ് സൊസൈറ്റിയുടെ വനിതാവേദി ഒരു പ്രാർത്ഥനാ ഗാനവുമായി എത്തിച്ചേരുകയാണ്. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിച്ചു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തിരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാദി തൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി
ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പേരുമാനന്ദം തേടി വിജയിക്കാനിന്തിരു നാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. അഖിലാണ്ട മണ്ഡലവും NSSും തമ്മിലുള്ള ബന്ധം എത്ര പേർക്കറിയാം? ഓക്കെ, അതിന് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട് ഈ അഖിലാണ്ട മണ്ഡലം എന്നുള്ള പ്രാർത്ഥനാ ഗാനവും നമ്മുടെ NSSും തമ്മിൽ. 1950കളിൽ ഈ കാണുന്ന അവസ്ഥയായിരുന്നില്ല NSSൻ്റേത്. നമ്മൾ സാമ്പത്തികമായി വളരെ ഒരു ഞെരുക്കത്തിലുണ്ടായൊരവസ്ഥയിൽ ശ്രീ മന്മഥൻ ആ സമയത്ത് നമ്മുടെ ഉൽപ്പന്ന പിരിവിൻ്റെ കാര്യങ്ങൾ പറയുകയും, ഉൽപ്പന്ന പിരിവ് അറിയാം അല്ല എല്ലാവർക്കും അല്ലേ, നമ്മൾ വീടുകളിൽ ചെന്ന് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും അത് പിന്നീട് ലേലത്തിലെടുത്ത് NSSൻ്റെ ഈ കാണുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ ഉൽപ്പന്ന പിരിവ് മൂലമായിരുന്നു. അപ്പോൾ ഉൽപ്പന്ന പിരിവിന് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഓരോ വീടുകളിലും ചെന്ന് നമ്മൾ ഇതിന് കളക്ട് ചെയ്യുന്ന സമയത്ത്, സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത്, അപ്പോൾ അവർക്ക് പാടുവാൻ വേണ്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പന്തളം KP രചിച്ച ആ പാട്ടാണ് അഖിലാണ്ട മണ്ഡലം എന്നുള്ള ഈ ഗാനം. അപ്പോൾ അത് പിന്നീട് NSSൻ്റെ എല്ലാ പരിപാടികളും നമ്മുടെ പ്രാർത്ഥനാ ഗാനമായി ഉപയോഗിക്കുകയാണ്. എനിവേ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. സമാജത്തിൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുകയാണ്. വേദിയിലേക്ക് നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായർ, സെക്രട്ടറി ശ്രീ ഹരിദാസ് നായർ, ട്രഷറർ ശ്രീ ഗോപകുമാർ എന്നിവരെ ക്ഷണിക്കുകയാണ്. നമുക്കൊരു കൈയടിയോ ആകാം, നമ്മുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ആണല്ലേ. ഇനി അങ്ങോട്ട് കുറേ കൈ അടിക്കണം. ഉച്ചയ്ക്ക് ശേഷം അങ്ങ് നല്ല ഭക്ഷണമാണ്, അപ്പോൾ നല്ല ഉഷാറ് കൈയടിച്ചാൽ നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാം. ഇന്ന് അനുഗ്രഹീതമായൊരു ദിവസമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ആധ്യാത്മിക പ്രഭാഷണത്തിൽ നാം ഒക്കെ തന്നെ യൂട്യൂബിലും TV യിലൊക്കെ കണ്ട് നമ്മളൊക്കെ കേൾക്കാൻ കാത്തിരുന്ന ഒരു സ്വരമുണ്ട്, വാക്കുകളുണ്ട്. ആ വാക്കുകൾക്കുള്ള ഉടമ ഇന്ന് ഈ വേദി ധന്യമാക്കാനിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സരിത അയ്യർ ഏറ്റുമാനൂർ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി 25 വർഷമായി ജോലി ചെയ്യുന്നു. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണവും തുടർന്നു കൊണ്ടുപോകുന്നു. മാനേജ്മെൻറ്റിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദം. മഹർഷി കശ്യപ ആയുർവേദ റിസർച്ച് സെൻറ്ററിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ. AARIS സിവിൽ സർവീസ് അക്കാഡമിയുടെ അക്കാഡമിക് കൗൺസിലർ. സമൂഹത്തിൽ നടത്തുന്ന ആധ്യാത്മിക പ്രചരണത്തിൻ്റെയും പ്രഭാഷണ വൈദഗ്ധ്യത്തിൻ്റെയും ഫലമായി ശങ്കരാചാര്യരായ നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമിയാർ, വെസ്റ്റ് ബംഗാൾ ഗവർണർ ഹിസ് എക്സലൻസി ആനന്ദ ബോസ് IAS റിട്ടയേർഡ് എന്നിവരുടെ അടുക്കൽ നിന്നും പ്രശസ്തി പത്രം ലഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക അറിവുകൾ സമൂഹത്തിൽ എത്തിക്കുവാനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പ്രശസ്തി പത്രം ലഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക മേഖലയിലെ സംഭാവനകൾ മാനിച്ച് കേരള ഗവർണർ ഹിസ് എക്സലൻസി ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലേക്ക് ക്ഷണിച്ച് ആദരിക്കുകയുണ്ടായി. ബാസുരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രാമായണശ്രീ പുരസ്കാരവും തനിമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രാമായണ ശ്രേഷ്ഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓംകാരേശ്വറിൽ 108 അടി ഉയരമുള്ള ശങ്കരാചാര്യ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന സമയത്ത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഗസ്റ്റ് ഓഫ് ഓണറായി ക്ഷണം ലഭിക്കുകയും ആ മഹനീയ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിരന്തരമായി ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്ന മനോരമ, സൂര്യ, ജനം, ABC, ജ്യോതിഷം തുടങ്ങിയ ചാനലുകളിലൂടെ നിരവധി ആധ്യാത്മിക പ്രഭാഷണ പരിപാടികൾ നടത്തുന്നു. ഒരു പ്രൊഫഷണൽ ട്രെയിനറും ഒറേറ്ററും അതുപോലെ കോളമിസ്റ്റും കൂടിയായ ശ്രീമതി സരിത അയ്യരെ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ക്ഷണിക്കാം. കാർഗർ നായർ സർവീസ് സൊസൈറ്റിയുടെ
ഒരു ഉപഹാരം എന്ന നിലയിൽ, ഒരു വെൽക്കം ഉപഹാരം എന്ന നിലയിൽ ശ്രീ പ്രസിഡന്റ് ഒരു ബൊക്കെ നൽകുന്നു. ഇന്നത്തെ പരിപാടികളുടെ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി ശ്രീ ഹരിദാസ് നായരെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഖാർഗർ നായർ സർവീസ് സൊസൈറ്റിയുടെ 18ാമത് വാർഷിക ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖാർഗർ നായർ സർവീസ് സൊസൈറ്റി വളർച്ചയുടെ പാതയിലാണ്. നിങ്ങളെല്ലാവരും നൽകി വന്ന നിർലോഭമായ സഹകരണത്തിലൂടെ മാത്രമാണ് ഇത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതിലോർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊടുക്കും. തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ശ്രീമതി പ്രൊഫസർ സരിത അയ്യറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായർ, ട്രഷറർ ഗോപകുമാർ, കൂടാതെ എല്ലാ സമുദായ അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായർ വേദിയിൽ ക്ഷണിക്കുകയാണ്. എല്ലാ സമുദായാംഗങ്ങൾക്കും നമസ്കാരം. പ്രത്യേകിച്ചും ഇവിടെ ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്ന പ്രൊഫസർ സരിത അയ്യർ വളരെ പ്രശസ്തമായ ഒരു ആധ്യാത്മിക പ്രസംഗികയാണ്. അവരെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വയം കേൾക്കാൻ സാധിക്കും. കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അന്യസമുദായ അംഗങ്ങൾക്കും ഖാർഗർ നായർ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ സ്വാഗതം. ശ്രീ ഹരികുമാർ, കേന്ദ്രീയ നായർ സംഘടനത്തിൻ്റെ അധ്യക്ഷൻ, ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുക. മറ്റ് അന്യസമുദായ അംഗങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക. ഖാർഗർ നായർ സർവീസ് സൊസൈറ്റി ഇപ്രാവശ്യം പ്രായപൂർത്തി എത്തിയിരിക്കുകയാണ്. അതായത് 18 വയസ്സ് തികഞ്ഞു എന്ന് പറയാം. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ സംഘം ചില പുതിയ സംരംഭങ്ങളിലേക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗമാണ് ഇത്തവണ ഞങ്ങളുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ സഹകരണം തീർച്ചയായിട്ടും അതിന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ശ്രീമതി സരിത അയ്യരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ധാരാളം മലയാളികളെ ഒന്നിച്ച് കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നിങ്ങളോട് ഇന്ന് എന്താണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ ഇതൊരു കുടുംബ സംഗമമല്ലേ, അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില ചിന്തകളൊന്ന് പങ്കുവയ്ക്കാം എന്നാണ് വിചാരിച്ചത്. പൊതുവെ ഇന്ന് കാണുന്ന ഒരു കുറച്ചൊരു ചെറിയ രീതിയിലുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾക്ക് കുട്ടികളെ പറ്റിയുള്ള പരാതി കുറച്ച് കൂടുതലാണ്. പക്ഷേ ചില ആചാര്യന്മാർ പറയുന്നു അതിന്ന് തുടങ്ങിയ കഥ അല്ല ഈ ട്രെൻഡ്. നമ്മളുടെ അച്ഛനമ്മമാർക്ക് നമ്മളെപ്പറ്റി പരാതി ഉണ്ടായിരുന്നു, അവരെ പറ്റിയോ അവരുടെ മുന്നിലുള്ളവർക്ക് പരാതി ഉണ്ടായിരുന്നു, അതിനു മുന്നിലുള്ളവർക്ക് അവരുടെ മക്കളെപ്പറ്റി പരാതി ഉണ്ടായിരുന്നു. എല്ലാ കാലവും അവർ പറയുമായിരുന്നു, എന്നാൽ ഈ മക്കളൊക്കെ മാറിപ്പോയി, ഇതെന്താണ് ഇത്ര മാറ്റമൊക്കെ എന്ന്. അപ്പം എല്ലാ കാലത്തിലും ഈ ഒരു മാറ്റമുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, മാറുന്നതിൻ്റെ കാലം വളരെ കുറയുന്നു.
പണ്ട് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയില്ലേ, ഒരു 40-50 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആ കുട്ടികളിൽ അല്ലെങ്കിൽ ഒരാളിൽ മാറ്റം വരുന്നതെങ്കിൽ ഇന്ന് 10 വയസ്സ് വ്യത്യാസമുള്ള കുട്ടികൾ തമ്മിലുള്ള രീതികൾ വളരെയധികം വ്യത്യാസമാണ്. അപ്പോൾ ഇത് നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അപ്പം അതിനെന്താണ് കാരണം, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റൻറ്റ് കോഫി ഈസ് പോസിബിൾ, നമ്മൾ പറയും ഇൻസ്റ്റൻറ്റ് ടീ ഈസ് പോസിബിൾ, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഈസ് പോസിബിൾ, ബട്ട് ഇൻസ്റ്റൻറ്റ് സക്സസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പം അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ടൊരു പരിഹാരം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ റീസണും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളെ പറ്റിയുള്ള നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കുറച്ചൊരു ശമനം വരും. പാലൊക്കെ തിളച്ച് പൊങ്ങുമ്പോൾ കുറച്ചൊന്ന് വെള്ളം തെളിച്ചാൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മളിങ്ങനെ പലപ്പോഴും പറയും മക്കളെന്താ ഇങ്ങനെ, അതാണ് ഇതാണെന്ന് പറഞ്ഞ് വളരെ അസ്വസ്ഥതപ്പെടും. അപ്പം അതിൻ്റെ റൂട്ട് കോസ് എവിടെയാണ്? കൾച്ചറൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രംഗനാഥാനന്ദ സ്വാമിജി പറയുകയുണ്ടായി, ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു ഭ്രൂണമുണ്ടായിക്കഴിഞ്ഞാൽ 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ പതുക്കെ നാഡീകോശങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. 7 ആഴ്ചയാകുമ്പോൾ ദാറ്റ് പ്രൊഡക്ഷൻ വുഡ് ബി അറ്റ് ഇറ്റ്സ് പീക്ക്, വളരെ കൂടുതലായിരിക്കും ഈ പ്രൊഡക്ഷൻ. 9 മാസമാകുമ്പോഴേക്കും ഈ കുട്ടി പുറത്ത് വരുമ്പോഴേക്കും 100 ബില്യൺ നാഡീകോശങ്ങളാണ് രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാവുക. 100 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കഴിഞ്ഞിട്ട് ഒരു 9 പൂജ്യമല്ലേ, അത്രയും പൂജ്യം ഇടുക, അത്രമാത്രം. അതായത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഒരു സോഫ്റ്റ്വെയർ ബ്രെയിനായിട്ടാണ് ഈ കുട്ടി പുറത്തു വരുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു റേറ്റ് പറയുന്നുണ്ട്. വെൻ ദ പ്രൊഡക്ഷൻ, ഇത് ഡോക്ടേഴ്സ് പറഞ്ഞതല്ല കേട്ടോ, ഐ എം നോട്ട് അറ്റ് ഓൾ എ ഡോക്ടർ, ഇത് ഋഷീശ്വരന്മാർ പറഞ്ഞതാണ്. പ്രൊഡക്ഷൻ അതിൻ്റെ പീക്ക് ടൈമിലെത്തുമ്പം 1 മിനിറ്റിൽ 5 ലക്ഷം നാഡീകോശങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 9 മാസത്തിൽ ഓൺ ആൻ ആവറേജ് 2.5 ലക്ഷം നാഡീകോശങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ആചാര്യന്മാർ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കക്കാരും അല്ലെങ്കിൽ പാശ്ചാത്യരായിട്ടുള്ളവർ പറയുമായിരുന്നു കുട്ടി പുറത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്ന്. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ ആദ്യകാലത്തെ പറഞ്ഞിരുന്നു, ഏതാണ്, ഹസ്ബൻഡും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് തൊട്ട് കുഞ്ഞിൻ്റെ സംസ്കാരം തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ 10 മാസമാണ് ബേസിക് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നും, ഈ വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടിക്ക് ലാംഗ്വേജ് മനസ്സിലാവുമോ? നമ്മളോട് പറയും ഗർഭിണിയായിരിക്കുമ്പോൾ വളരെ ശാന്തമായിരിക്കണം, വളരെ ബഹളമൊന്നും വെക്കരുത്, ടി വി ഒന്നും കാണരുത്, വളരെ സൗമ്യമായിട്ടിരിക്കണം, നല്ല പാട്ട് കേൾക്കണം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ വിചാരിക്കും ഈ കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യാൻ പറ്റുക? അതിന് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഇപ്പം ഇവിടെ ഒരു ജപ്പാൻകാരൻ വന്ന് നിന്ന് നന്നായിട്ട് എന്നെ ചീത്ത വിളിക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് ജപ്പാൻ ഭാഷയുടെ ഒന്നും അറിയില്ലെങ്കിൽ പോലും അയാൾ ദേഷ്യപ്പെടുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സെയിം വേ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വികാരങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. ഈ കാലഘട്ടത്തിൽ ഈ കുട്ടിക്ക് കിട്ടിയ കൾച്ചർ എന്താണോ അതനുസരിച്ചായിരിക്കും ഈ കുട്ടി പുറത്തു വരിക. യേശുദാസിൻ്റെ മോനെങ്ങനെ ഇങ്ങനെ പാടുന്നത്, സുജാതയുടെ മോളെങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത്, യേശുദാസിൻ്റെ എല്ലാ മക്കളും ഇങ്ങനെ പാടുന്നില്ല. ഇപ്പോൾ വയറ്റിൽ കിടക്കുമ്പോൾ കിട്ടുന്ന സംസ്കാരം വളരെ വലിയൊരു ഫാക്ടറാണ്. ഇത് നമ്മളെ ആര് കാണിച്ചു തന്നു? ഇപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു, ആദ്യം അനൗൺസ് ചെയ്തപ്പോഴും അത് കഴിഞ്ഞുമെല്ലാം ആചാരങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷെ നമുക്കിതെല്ലാം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ പ്രഹ്ലാദ ചരിതത്തിലൂടെ കാണിച്ചു തന്നു, അച്ഛൻ ഏത് വംശം, കുലം, ജാതി, വിദ്യാഭ്യാസം, നിറം ഇതൊന്നും ബാധകമല്ല. അമ്മ ചെയ്യേണ്ടത് ചെയ്താൽ കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലേ? ഹിരണ്യകശിപുവിനാണ് പ്രഹ്ലാദൻ പോലെ ഒരു തങ്കക്കുടം ഉണ്ടായത്. എന്തുകൊണ്ടാണ്? അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ നാരദമുനിയുടെ അടുക്കലായിരുന്നു. പക്ഷെ നമുക്ക് പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ഇതെല്ലാം ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ വേണ്ടി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനുള്ളതായിട്ടാണ് നമ്മളുടെ വിചാരം. പ്രാക്ടിക്കൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സത്യങ്ങൾ വളരെ ലളിതമായിട്ട് കഥകളിലൂടെ തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
സ്റ്റീഫൻ കാർലിയോൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കാലിഫോർണിയയിൽ നിന്നും ഇസ്രായേലിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോയി. അപ്പോൾ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോയപ്പോൾ അദ്ദേഹം നോക്കിയപ്പം നമ്മളിപ്പോൾ യുദ്ധമൊക്കെ കാണുന്നല്ലേ, പോക്കറ്റിൽ പോലും മൊബൈലും പേജറും വെക്കാൻ സാധിക്കാത്ത കാലമാണ് ഇസ്രായേലുകാരുടെ ശത്രുവായി കഴിഞ്ഞാൽ. അസാമാന്യ ബുദ്ധിശാലികളാണ് ഇസ്രായേലീസ്, ജ്യൂസ്. അതായത് സ്റ്റാർബക്സ്, കൊക്കക്കോള ഇതുപോലെയുള്ള ഹോളിവുഡ് ഫിലിംസൊക്കെ നിർമ്മിക്കുന്നതെല്ലാം ഇസ്രായേലീസാണ്. ബിസിനസ്സിലൊക്കെ അവർ അത്രമാത്രം എക്സൽ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ബുദ്ധി എന്നറിയാൻ ഇദ്ദേഹം ഒരു പഠനം നടത്തി, സ്റ്റീഫൻ കാർലിയോൺ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്, അപ്പോൾ ഈ പഠനം നടത്തണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആ PhD തീസിസ് ഒന്ന് റെഡിയാക്കണമെങ്കിൽ ഒരു കുട്ടിയുടെ സ്വഭാവം എത്ര തൊട്ട് എവിടം തൊട്ട് തുടങ്ങുന്നു എന്നറിയാൻ ഗർഭിണികളെ തൊട്ട് പഠനം നടത്തി. അപ്പം അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം കണ്ടു. അതായത് അവിടെയുള്ള സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ പ്രധാനമായും 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, പാട്ട് പാടും, പിയാനോ വായിക്കും, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ വയറ്റിലുള്ള കുട്ടി ബുദ്ധിശാലിയാകുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു. ഇതൊരു തീസിസ് ആയതുകൊണ്ട് വളരെ കാര്യങ്ങളുണ്ട്. ഈ സമയത്ത് അവർ കഴിക്കുന്ന ആഹാരം, അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. ഇദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കലും മാത്തമാറ്റിക്സ് പ്രോബ്ലം ഒക്കെ ആയിട്ട് വരും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമുക്ക് അവർ പറഞ്ഞാൽ കൺവിൻസിങ് ആയിട്ട് തോന്നും. ഇത് തന്നെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഇതെല്ലാം വളരെ കാലം മുമ്പ് തന്നെ നമുക്ക് തന്നിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? കുഞ്ഞ് പുറത്ത് വന്നിട്ട് 40 വർഷം, നമുക്ക് 80 വയസ്സായി അല്ലെങ്കിൽ 70 വയസ്സായി, കുട്ടിക്ക് 35 വയസ്സായെങ്കിൽ നമ്മൾ അപ്പോഴും പുറകെ നടന്ന് നന്നാക്കാൻ വഴക്ക് പറയും. നീ എന്തിനാ അങ്ങോട്ട് പോയേ, ആ പാത്രം എന്തിനാ അവിടെ വെച്ചത്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് നടക്കും. 10 മാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ക്ലിക്കായാൽ രക്ഷയായില്ലേ, പിന്നെ ഒരു റിമോട്ട് മതി. പക്ഷേ ഇതല്ലാത്ത കേസുകളുമുണ്ട്. 100% അമ്മ ചെയ്യേണ്ടതെല്ലാം ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്നില്ല. ബിക്കോസ് ദർ ആർ എക്സെപ്ഷണൽ കേസസ്. കാരണം നമ്മൾ പറയും, കാരണം ക്വസ്റ്റ്യൻ വരാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നത്. കാരണം നമ്മുടെ ഇതിഹാസങ്ങളിൽ തന്നെ ഇതിൽ കാര്യമുണ്ട്. പക്ഷേ ഇവിടെ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോഡശ സംസ്കാരത്തിനെ പറ്റി പറയും, പുംസവനം, സീമന്തോന്നയനം ഇതൊക്കെ പറയും, ഗർഭിണിയായിരിക്കുമ്പോഴൊക്കെ ചെയ്യേണ്ട ചടങ്ങുകളും എല്ലാം. ഇതെല്ലാം അറിയാവുന്ന ശ്രീകൃഷ്ണനാണ് സാമ്പനെ പോലെ ഒരു പുത്രൻ ഉണ്ടായത്, അല്ലേ? സാമ്പൻ എന്താ ചെയ്തത്? മഹർഷിമാരെ എല്ലാം നിന്ദിച്ചു. ആ സാമ്പൻകാരനാണ് യാദവകുലം മുഴുവൻ മുടിഞ്ഞത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്താലും കുഞ്ഞിൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല എങ്കിൽ ചിലപ്പോൾ വഴിതെറ്റിപ്പോകാം. ഇതെല്ലാം നമുക്ക് സിഗ്നലുകൾ തരുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തോ ഇത് ലൈഫിൽ അപ്ലിക്കബിൾ ആക്കാൻ ഏതോ ഒരു കാലത്ത് മടിച്ചത് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കുട്ടികളിൽ മാറ്റം വരാൻ തുടങ്ങിയത്. പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊതുവെ ഫസ്റ്റ് കുട്ടി കുറച്ചൊരു സൈലൻറ്റ് ഒക്കെ ആയിരിക്കും. സെക്കൻഡ് കുട്ടി കുറച്ച് നല്ല രജോ ഗുണം, കുറച്ചും കൂടെ സ്മാർട്ട്, കുറച്ചും കൂടെ സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഇപ്പം ഇത് ശരിക്കും ആ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വികാരമാണ്. ചില കുട്ടികൾ ഫസ്റ്റ് കുട്ടി നല്ല ദേഷ്യവും വാശിയൊക്കെ ഉള്ളവരായിരിക്കും. ശരിക്കും ആലോചിക്കുക, ഗർഭത്തിലിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ. ചില കുട്ടികൾ ആദ്യമായിട്ട് ഗർഭിണിയൊക്കെ ആയിട്ട് വരുമ്പോൾ വീട്ടിൽ വളരെ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. വളരെ ജോലിക്ക് പോകണം, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ചിലപ്പോൾ സ്ട്രെസ്സ്, ഇതൊക്കെ ഈ കുഞ്ഞിനെ ബാധിക്കും. അതുമല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്ന ഈ കുട്ടി വേണ്ട എന്ന് പറയുന്നതെല്ലാം ഈ കുട്ടിയെ ബാധിക്കും. ചിലരെങ്ങനെയാണ്, ഫസ്റ്റ് ഗർഭമാണ്, എക്സ്പീരിയൻസ് ഇല്ല, എന്താണെന്നറിയില്ല, അപ്പോൾ എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് കുറച്ച് മര്യാദയ്ക്ക് നിറയെ നാമമൊക്കെ ജപിച്ച് കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കും. അപ്പം അതുകൊണ്ട് പൊതുവെ ആദ്യത്തെ കുട്ടി എപ്പോഴും കുറച്ച് ഒരു ഇതായിരിക്കും. രണ്ടാമത്തെ കുട്ടിയാവുമ്പോഴോ, നമ്മളിതൊക്കെ കണ്ടതല്ലേ ഗർഭമൊക്കെ, അല്ലേ? പിന്നെ എന്താണ്, ആദ്യത്തെ കുട്ടിയുടെ പുറകെ ഓടണം, അതിനെ നന്നാക്കാൻ പോകണം, ജോലിക്ക് പോകണം, വീട്ടുകാര്യങ്ങൾ പോകണം. അപ്പം നമ്മളിലും നല്ല രജോ ഗുണമാണ്. ആ സ്വഭാവം ഈ കുട്ടിയിലേക്കും വരും. അപ്പം ആദ്യം തന്നെ വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. നാളെ കുട്ടികൾ വീട്ടിൽ പോയി ചോദിക്കരുത്, അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ. ഒരു പരിധി വരെ നമ്മളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിതൊന്നും പഠിച്ചിട്ടല്ലല്ലോ ഇങ്ങ് പോരുന്നത്, അല്ലേ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ നമുക്കും കുറച്ച് പങ്കുണ്ട് കുട്ടികളുടെ സ്വഭാവം ഇങ്ങനെ ആയതിൽ. അപ്പം അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കലാപം ഉണ്ടാക്കാൻ തോന്നില്ല. കുറച്ചൊരു വീട്ടിൽ സമാധാന അന്തരീക്ഷം നമുക്കുണ്ടാകും.
നമുക്കിതിനകത്ത് വളരെ വലിയൊരു പാർട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം കുട്ടികളുടെ സൈഡാണ് ഇനി പറയുന്നത്. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന്. കുട്ടികൾക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് തോന്നലുണ്ട് അച്ഛനും അമ്മയ്ക്കും വിവരവും വിദ്യാഭ്യാസവും കുറവാണ്, 10ാം ക്ലാസ്സും ഗുസ്തിയൊക്കെയാണ്, ഞങ്ങൾ പറയുന്നൊന്നും അത്ര മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷേ കുട്ടികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വാട്ട് കൈൻഡ് ഓഫ് സിലബസ് ദേ ആർ സ്റ്റഡി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ 25 വർഷമായിട്ട് മാനേജ്മെൻറ്റ് ടീച്ചറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസും ഏത് കാർ ഇറങ്ങിയാൽ അതിൻ്റെ ട്രെൻഡും ഇതുമൊക്കെ പഠിപ്പിക്കുന്നയാളാണ്. ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ വളരെ വലിയൊരു പോരായ്മയുണ്ട്. അതിന് കാരണം ഏർലിയർ നമ്മുടെ സിലബസ് വളരെ വ്യത്യാസമായിരുന്നു. ആ സിലബസിൽ നിന്നും ഇന്നത്തെ സിലബസ് വ്യത്യാസമായതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴേ ആൾക്കാർ പറയും എന്ത് പറഞ്ഞാലും ഉടനെ കുറേ പഴയ കാലം ഗുരുകുല സമ്പ്രദായം. ശരിക്കും പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായം ഇന്ന് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഗുരുഭക്തിയുടെ നടുവൊടിയും കുട്ടികൾക്കെല്ലാം ചോറിട്ട് അല്ല, ഇന്നത്തെ പോപ്പുലേഷൻ റേറ്റ് വെച്ച് നോക്കിയിട്ട് ഈ കുട്ടികൾക്ക് മുഴുവൻ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ? ബട്ട് വി ക്യാൻ ആക്സെപ്റ്റ് ദോസ് വാല്യൂസ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ടുഡേയ്സ് ലൈഫ്. ഇന്നത്തെ കാലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 പാർട്ട് ഉണ്ടായിരുന്നു. ഒന്ന് സ്റ്റഡി ഫോർ ലൈഫ് ആൻഡ് സ്റ്റഡി ഓഫ് ലൈഫ്. സ്റ്റഡി ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസം അന്നത്തെ സിലബസിൽ ഉണ്ടായിരുന്നു. ജീവിക്കാനുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ എന്ത് വേണം? ആഹാരം വേണം. ആഹാരം വേണമെങ്കിൽ പൈസ വേണം അല്ലേ? പൈസ വേണമെങ്കിൽ ജോലി വേണം. ഇന്നത്തെ സിലബസ് അനുസരിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. പക്ഷേ നമ്മുടെ സിലബസിൽ പണ്ട് കാലത്ത് സ്റ്റഡി ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു. അതായത് ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം. ഈയിടെ പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു MBBS കഴിഞ്ഞ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന്. അതിന് കാരണം അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടിയ ഒരു കുട്ടിയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ വളരെയധികം ബുദ്ധിയുള്ള ഒരു കുട്ടിയാണെന്നാണല്ലോ സങ്കല്പം. അപ്പോൾ ഈ കുട്ടി പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ തന്നെയുള്ള ഒരു ആൺകുട്ടിയായിട്ട് സ്നേഹത്തിലായി. MBBS കഴിഞ്ഞപ്പോൾ കല്യാണം നിശ്ചയിച്ചു. പക്ഷേ ഈ ആൺകുട്ടിയുടെ വീട്ടുകാർ വളരെ വലിയ ഡൗറി ചോദിച്ചു. അപ്പോൾ ഈ ആൺകുട്ടിയും ഇതിലൊരു പാർട്ടാണെന്ന് കണ്ടു ഇവൾ. അപ്പോൾ ഇവക്ക് അവനെ മറക്കാനും സാധിക്കില്ല, തൻ്റെ വീട്ടുകാർക്കിത് മാനേജ് ചെയ്യാനും പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് സൂയിസൈഡ് ചെയ്തത്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ, ഇത്രയും കാലം വാട്ട് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഷീ ഹാസ് റിസീവ്ഡ് ത്രൂ ഔട്ട് ഹെർ ലൈഫ്? എന്ത് വിദ്യാഭ്യാസമാണ് ഈ കുട്ടിക്ക് കിട്ടിയത്? ബിക്കോസ് ഷീ വാസ് നോട്ട് ഏബിൾ ടു മാനേജ് യുവർ ലൈഫ്. ആദ്യം ജീവിച്ചിരുന്നാലല്ലേ പിന്നെ MBBS കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം അതുകൊണ്ട് സ്റ്റഡി ഓഫ് ലൈഫ് നമ്മുടെ സിലബസിലില്ല. ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം. ഞാനിവിടെ ചോദിക്കട്ടെ, ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ ഒരു പക്ഷേ ഇതിൽ കുറച്ചു പേരെങ്കിലും ജീവിതത്തിൽ താങ്ങാൻ സാധിക്കാത്ത പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയവർ കാണും. അത് അസുഖമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലേ, വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ, ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം നമ്മൾ പഠിച്ച ഏതെങ്കിലും ബുക്സ്, കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ, ഫിസിക്സിൻ്റെ ലാബ് എക്സ്പെരിമെൻറ്റ്, മാത്തമാറ്റിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ആ സമയത്തെടുത്ത് റെഫർ ചെയ്തിട്ടുണ്ടോ സൊല്യൂഷനായിട്ട്? നമ്മൾ എന്താ ചെയ്തത്? അതിനുള്ള സൊല്യൂഷനായിട്ട് ഒന്നുകിൽ അച്ഛനമ്മമാരുടെ അടുക്കൽ പോകും, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുക്കൽ പോകും, അമ്പലത്തിൽ പോയി ഭഗവാനോട് പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കും ഇതിനെന്താണ് സൊല്യൂഷൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ സിലബസിൽ പരിഹാരമില്ല. ഇത് നമ്മുടെ സിലബസിൻ്റെ, പഴയകാല സിലബസിൻ്റെ സ്ട്രെങ്ത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അവർക്ക് മനസ്സിലായി സ്റ്റഡി ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മളെ അടിമകളാക്കി വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സ്റ്റഡി ഓഫ് ലൈഫ് സിലബസിൽ നിന്നും മാറ്റി. വില്യം ലോഗൻ്റെ മലബാർ ഡയറീസിൽ പറയുന്നു, അന്നിവിടെ 22,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു.
ഇതിൻ്റെ എല്ലാം സിലബസ് മാറ്റി. അതായത് തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും വെറും അടിമകളെ സൃഷ്ടിക്കാനുള്ള സിലബസ് ആക്കി മാറ്റി. അല്ലേ? നമ്മളാണെങ്കിൽ ചോദിക്കും, ഈവൻ എൻ്റെ അച്ഛനും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ്, മാത്സ് പ്രൊഫസേഴ്സ് ഇവിടെ ഉണ്ട്, ഞാനും മാത്സ് ഒത്തിരി പഠിച്ചതാണ്. പക്ഷെ നമ്മളാണെങ്കിൽ ചോദിക്കും, ഈ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം? തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്, ജോലി കിട്ടും. പക്ഷെ ലൈഫിലെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഇവയ്ക്ക് തരാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടെണ്ണത്തിൽ ഏതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം? നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണമല്ലോ. പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴും സ്റ്റഡി ഓഫ് ലൈഫിനാണ്. ആദ്യം ജീവിച്ചിരുന്നാലല്ലേ, മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചാലല്ലേ നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങളുടെ സിലബസിൻ്റെ ഒരു 50% പാർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? അതെവിടുന്നേ കിട്ടൂ? 10-25 ഓണം കൂടുതലുണ്ട് അച്ഛനമ്മമാരുടെ അടുക്കൽ നിന്നേ കിട്ടും. അതുകൊണ്ട് മക്കൾ വന്ന് അച്ഛന് വിവരമില്ല, നിങ്ങൾ പഴയ കാലമെന്ന് പറഞ്ഞാൽ നമ്മളും അത് കേട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കരുത്, അത് വിശ്വസിക്കരുത്, അവരെ അവരുടെ പാട്ടിന് വിടരുത്. നമ്മുടെ മനസ്സിൽ ഓർത്തോണം, ഇവർ പഠിച്ചത് എന്താണ്? മെക്കാനിക്കലായിട്ടുള്ള സ്റ്റഡീസാണെന്നും നമ്മുടെ ഒരു നോട്ടം ഇവരിൽ എപ്പോഴും വേണം. കാരണം ഇവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതും. ഈ ഒരു തിരിച്ചറിവ് വളരെയധികം നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പോരായ്മ. ഇനി അടുത്തൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇതുകൊണ്ട് വാല്യൂ എഡ്യൂക്കേഷനൊക്കെ കുറച്ച് സ്കൂൾസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പേപ്പേഴ്സായിട്ടും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവർ നോക്കിക്കോളുമെന്ന് വിചാരിക്കരുത്. അവിടെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. വീട്ടിൽ നിന്ന് തന്നെ കൾച്ചർ, സംസ്കാരം എന്നൊക്കെ പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം. ഇന്ന് ഞങ്ങളൊക്കെ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയമൊക്കെ വരുമ്പോൾ, ഇന്ന് ഏറ്റവും വലിയ കമ്പനീസ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന എങ്ങനെയുള്ള കുട്ടികളെയാണെന്നറിയോ? സാധാരണ ഇന്ന് പറയാറുണ്ടോ, ഇത് കലികാലമാണ്, ഇവിടെ സത്യസന്ധതയ്ക്കൊന്നും ഒരു വിലയില്ല, കുറച്ച് കള്ളത്തരമൊക്കെ ചെയ്താലേ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊക്കെയാണല്ലോ. കാരണം അത്രമാത്രം കള്ളന്മാരാണെന്നാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് സാധനത്തിനാണെങ്കിലും എണ്ണം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുവോ കുറയുമോ? എണ്ണം കുറയുമ്പം ഡിമാൻഡ് കൂടും. ഇന്ന് സത്യസന്ധരായവരുടെ എണ്ണം കുറയുകയാണ്. സോ നോർമലി ഡിമാൻഡ് വിൽ ഇൻക്രീസ്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, കമ്പനി എന്താണ് ചെയ്യുന്നതെന്നറിയോ? വലിയ വലിയ ഇപ്പോൾ L&T പോലെയുള്ള കമ്പനീസ്, സാധാരണ കമ്പനികളുടെ കാര്യമല്ല പറയുന്നത്, നല്ല നല്ല കമ്പനീസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ഒരുമാതിരി സ്മാർട്ടായിട്ടുള്ള കുട്ടി, ബേസിക് ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ EEE എൻജിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉണ്ട്, ഒരുമാതിരി കഴിവൊക്കെ ഉണ്ടെങ്കിൽ അവരെടുക്കും. സത്യം പറഞ്ഞാൽ ഈ കുട്ടി പഠിക്കുന്നതാണ് ഇത് ഓഫീസിൽ പോയി ചെയ്യാൻ പോകുന്നത്? അല്ല. അവർ നല്ല 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒരു 6 മാസം ഇൻറ്റൻസ് ട്രെയിനിങ് കൊടുക്കും. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? എല്ലാ പ്രോജക്റ്റുകളും ചെയ്യിപ്പിക്കും. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മക്കളുടെ കാര്യത്തിലൊക്കെ ഇൻറ്റൻസ് ട്രെയിനിങ് കൊടുക്കും. അപ്പോഴത്തേക്ക് അവർ നല്ല പക്ക ആകും. പക്ഷേ ഇവർക്കറിയാം, ഇവർ 6 മാസമല്ല, എത്ര കാലം ട്രെയിനിങ് കൊടുത്താലും കിട്ടാത്തൊരു സാധനമുണ്ട്, സംസ്കാരം. ഈ കുട്ടികൾ സംസ്കാരം ഇല്ലാത്തവർ കമ്പനിയിൽ വന്നാൽ അവരുടെ കാശ് വെട്ടിക്കൊണ്ട് പോകുമെന്ന് അവർക്കറിയാം. അവിടെ അവർക്ക് സത്യസന്ധത വേണം. കാരണം എന്താ? കാശ് എഴുതിയെടുത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്, അല്ലെങ്കിൽ പെട്രോൾ എഴുതിയെടുത്താൽ കമ്പനിക്ക് പറ്റുമോ? അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് ഐക്യു നമ്മൾ ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ കോളം ഫില്ല് ചെയ്ത് 4 പടം കഴിഞ്ഞാൽ 5ാമത്തെ പടം ഏതാണെന്നൊക്കെ എഴുതില്ലേ? IQ ആയിരുന്നു പണ്ട് നോക്കുന്നത്. അത് കഴിഞ്ഞ് EQI, ഇമോഷണൽ കോഷ്യൻറ്റ്, കുറേ ആളുകളുമായിട്ടൊക്കെ എങ്ങനെ ജെല്ല് ചെയ്ത് പോകാം. ഇന്ന് നോക്കുന്നത് സ്പിരിച്വൽ കോഷ്യൻ്റാണ്. സ്പിരിച്വൽ കോഷ്യൻ എന്ന് പറഞ്ഞാൽ ജപിച്ചുകൊണ്ടിരിക്കണം എന്നല്ല, എങ്ങനെയാണ് വാല്യൂസ് എത്രമാത്രം ഒരു കുട്ടിയിലുണ്ട്, മൂല്യമുണ്ട്, ആ കുട്ടി സംസ്കാര സമ്പന്നയാണോ? ഇന്ന് കമ്പനീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വാല്യൂ ഉള്ള കുട്ടികളെയാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ഒരു എക്സാമ്പിളാണ്. വളരെ നല്ല കുട്ടിയാണ്. ഹി വാസ് ജസ്റ്റ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. പക്ഷേ അവൻ എന്താണെന്ന് വെച്ചാൽ വളരെ വാല്യൂ, കൾച്ചർ, അങ്ങനെ അതൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മുടെ കുട്ടികളുണ്ടല്ലോ, കോളേജിലാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, മെക്കാനിക്കലായിട്ട്, ഉള്ളിൽ നിന്നൊന്നും ആയിരിക്കില്ല. ഇതങ്ങനെയുള്ള കുട്ടിയല്ല. അപ്പം ഇവന് MBA കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ അത്ര ബ്രില്യൻ്റ് ഒന്നുമല്ല, അപ്പോൾ ബാംഗ്ലൂരിൽ പോയി പഠിച്ചിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ.
അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മിസ്സേ അത് 2 ക്രൈറ്റീരിയ ഉണ്ട്, 2 അവാർഡുണ്ട്. ഒന്ന് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക്, ഒന്നോ ഓവറോൾ പെർഫോമൻസ് ബിഹേവിയർ, അതാണ് എനിക്ക് കിട്ടിയത്. എനിക്കൊരു സംശയമില്ല ഇവന് കിട്ടും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, രത്തൻ ടാറ്റ ഇവന് ഇഷ്ടമാണ്. എപ്പോഴും എവിടുന്നോ മെയിൽ ID കണ്ടുപിടിച്ച് കമ്പനിക്ക് ഇങ്ങനെ എഴുതും, എനിക്ക് രത്തൻ ടാറ്റയെ കാണണമെന്ന് പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഇവന് തിരിച്ചു മെയിൽ വന്നു. 2-3 പ്രാവശ്യം മെയിൽ അയച്ചു. അവസാനം അതൊരു വലിയ സ്റ്റോറിയാണ്. അവസാനം രത്തൻ ടാറ്റയെ കാണാനായിട്ട് ഇവൻ ഒരു അപ്പോയിൻമെൻറ്റ് വന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ്. രാത്രി 11 മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത്, മഞ്ജു വാര്യർക്ക് മറ്റേ പ്രസിഡൻറ്റിനെ കാണാൻ പോയ പോലെയാണ്, മിസ്സേ എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ എന്നാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെട്ട് വിളിച്ചു. അപ്പം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിനക്ക് ടാറ്റയിൽ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവൻ എന്തോ ഒരു സ്ട്രാറ്റജിയും കൂടെ മെയിലിൽ അയച്ചു. ദാറ്റ് ക്ലിക്ഡ്. അതാണ് ശരിക്കും സംഭവിച്ചത്. അദ്ദേഹത്തിനും ഇഷ്ടമായി. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ടാറ്റയിൽ ജോലിക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യു പ്രിപ്പയർ യുവർ റെസ്യൂമേ, അതിൽ നല്ല വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതുക, യു ആർ ദ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് ഓഫ് ദ കോളേജ്, അല്ലേ? അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും രത്തൻ ടാറ്റ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവനോട് റെസ്യൂമേ ഉണ്ടോ ചോദിച്ചു. അതിൽ നോക്കുമ്പം കോളേജ് ഇറ്റ്സെൽഫ് ഹാസ് സർട്ടിഫൈഡ് ദാറ്റ് ഹീ ഈസ് അവർ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. പിന്നെ രത്തൻ ടാറ്റയ്ക്ക് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? കൾച്ചർ വാല്യൂ ഉള്ളത് കൊണ്ട് മാത്രം ടാറ്റ ബ്രാൻഡ് അല്ലെങ്കിൽ ടാറ്റ മെൻ എന്നറിയപ്പെടാൻ യോഗ്യത കിട്ടിയ ഒരു കുട്ടിയാണ്. പക്ഷെ അങ്ങനെയുള്ളവർ വളരെ ഉയർന്നു വരും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് സമർപ്പിക്കാൻ സമയമായി എന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ, അവർ ഇപ്പോൾ വൈഫൊക്കെ ഇവിടെ ബോംബെയിലെ ഡോംബുവില്ലിയിലാണ് താമസിക്കുന്നത്. അപ്പം അവൻ ഡിഗ്രി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഹി വാസ് വെരി ബ്രില്യൻറ്റ്. വളരെ പഠിക്കുന്ന കാലത്തൊക്കെ CA ചെയ്തു, മുഴുവനാക്കാൻ പറ്റിയില്ല. അതിനുള്ളിൽ തന്നെ പുറത്ത് ജോലിക്കായിട്ട് പോയി. പക്ഷേ ഇവൻ അക്കൗണ്ട്സിൽ വളരെ മിടുക്കനാണ്. ഇവൻ ജോലിക്ക് പോയി കഴിഞ്ഞ് അവിടെ ഇപ്പോൾ എർബിലാണ്, ഇറാഖിൻ്റെ ബോർഡറിൽ. അപ്പോൾ ആദ്യം ഇറാഖിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ 1-2 രാജ്യങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ എവിടെ പോയാലും ഒന്ന്, ഇവൻ വളരെ സത്യസന്ധനാണ്. 2, ഇവന് വർക്ക് നന്നായിട്ടറിയാം. ഇപ്പം ജോലി ചെയ്യുന്ന കമ്പനി അത്രമാത്രം, അതിൻ്റെ ഈ മുതലാളിമാരുണ്ടല്ലോ, ബോസ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവർക്ക് അത്രമാത്രം ഇവൻ്റെ കഴിവും ഇവൻ്റെ സത്യസന്ധത, ലോയൽറ്റി, കമ്പനിയോടുള്ള കൂറും ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഇതുപോലെ എല്ലാവർക്കും റിപ്ലൈ കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദർ ആർ സം എക്സാമ്പിൾസ്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവൻ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കും, അവർ പൊന്നു പോലെ നോക്കും. പക്ഷേ കോവിഡ് ടൈം ആയപ്പോൾ ഇവന് ഓക്സിജൻ്റെ പ്രോബ്ലം വന്നു. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം വന്നു. 24 hours ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ഘടിപ്പിക്കണം, എന്നാലേ ഇവന് ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള അവസ്ഥയെ ഞാനും അവനും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നതാണ്. ഞങ്ങൾക്കല്ല അത് വളരെയധികം ഷോക്കായിരുന്നു. പക്ഷേ ഈ 2.5 വർഷം അത് കഴിഞ്ഞ് ഇവനെ നാട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വലിയ വലിയ പ്രോസസ്സായിരുന്നു. ബിക്കോസ് ഓക്സിജൻ ഫുൾ ഫ്ലൈറ്റിൽ വേണം, ഓക്സിജൻ അങ്ങനെ കൊടുക്കില്ല, റിസ്ക്കിയാണ് ഫ്ലൈറ്റിലൊക്കെ. ഇവിടെ വന്നിട്ട് ഈ 2.5 വർഷക്കാലവും ഇവൻ്റെ മുഴുവൻ ചിലവുകളും വഹിച്ചത് കമ്പനിയാണ്. നമ്മളെങ്ങാനും എടുക്കുകയാണെങ്കിൽ കുടുംബവും സ്ഥലവും വിൽക്കേണ്ടി വന്നേന്. 24 മണിക്കൂർ ഓക്സിജൻ, നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ മതി ഒരു സിലിണ്ടറിൻ്റെ വില എത്രയാണ്. ഇത്രയും വർഷം ആ കമ്പനിക്ക് ഇവനോടുള്ള സ്നേഹമാണ്. അവർ പറഞ്ഞാൽ നീ നന്നായിട്ട് ആദ്യം ഭേദമാകുക, അതുപോലെ ഒരു സ്റ്റാഫിനെ നോക്കാനായിട്ടുള്ളത് അവൻ്റെ ചാർജും എല്ലാം കൊടുക്കും, അത്രമാത്രം. ഇപ്പം അസുഖമെല്ലാം ഒരുമാതിരി ഭേദമായി തിരിച്ചുപോയി. പോകുമ്പോഴും എല്ലാ ഫെസിലിറ്റീസും കമ്പനിയാണ് കൊടുത്തത്. എയർപോർട്ടിൽ 2 എയർപോർട്ട് മാറുമ്പോൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയിൽ അവൻ്റെ പൊസിഷനിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തായിരുന്നു? കമ്പനിയുടെ ഒരു വെൽവിഷർ, കമ്പനി സത്യസന്ധതയോടുകൂടി കമ്പനിയിൽ നിൽക്കുന്ന ഒരാൾ. ഇതെല്ലാം പറയുമ്പോഴും എൻ്റെ മനസ്സിലറിയാം കമ്പനി ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കാൻ പറയുന്ന സിറ്റുവേഷൻസ് നമുക്കുണ്ടാകും. അത് വേറൊരു സൈഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ദ കമ്പനി ഈസ് ഡിമാൻഡിങ് ദാറ്റ് യു ഷുഡ് ബി ലോയൽ ആൻഡ് യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ, അത് നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ട കാര്യമാണ്.
അപ്പം അതുകൊണ്ട് ഇനിയുള്ള കാലം നമ്മൾ കലികാലം എന്നൊക്കെ പറയും, വെടി പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ 5000 വർഷമേ ആയിട്ടുള്ളൂ. ഇനി എത്ര ലക്ഷങ്ങൾ വർഷമാണ്, 4,20,000 32,000 വർഷമാണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ള കാലത്തിൽ നമ്മുടെ സത്യസന്ധതയ്ക്കും വാല്യൂവിനും കൾച്ചറിനും വളരെയധികം ഡിമാൻഡുണ്ട്. അപ്പം അത് നമ്മുടെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതോടൊപ്പം കുട്ടികളും മനസ്സിലാക്കുക, നമ്മളുടെ അച്ഛനും അമ്മയും പറയുന്ന മൂല്യങ്ങൾക്ക് വളരെ വാല്യൂ ഉണ്ട്. നമ്മുടെ സിലബസിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നും ലൈഫിൽ സെറ്റ് ബാക്സ് വരുമ്പോൾ ഇവർ മാത്രമാണ് നമുക്ക് ആശ്രയമെന്നും ഈ രീതിയിൽ ചിന്തിച്ച് മുന്നേറാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. മനസ്സിലെ കുറച്ച് ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം. ഇതെല്ലാം അതുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞതുപോലെ വീട്ടിൽ പോയിരുന്ന് സമാധാനമായിട്ട് ആലോചിച്ചിട്ട് ഇഫ് ഇറ്റ് ഈസ് വർത്ത്, അത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനേക്കാളുപരി ഇങ്ങനെ കുറേ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. കുറേ പുതിയ ആളുകളെ ഈ ബോംബെ യാത്രയിൽ പരിചയപ്പെടാനും പറ്റി. അതുകൊണ്ട് വളരെ സന്തോഷം. ഇങ്ങനൊരു അവസരം തന്ന എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രൊഫസർ സരിത അയ്യർക്ക് വളരെ നന്ദി. അല്ല, ഇവരെ നേരത്തെ കാണേണ്ടതായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നലെ വരെ കൊച്ചുങ്ങൾ നന്നാവുമ്പോൾ അതെല്ലാം അമ്മയുടെ വീട്ടുകാരും അമ്മയുടെയും ഗുണം, ചീത്തയാവുമ്പോൾ അച്ഛൻ്റെയും വീട്ടുകാരുടെയും ഗുണം. അങ്ങനെയായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് മനസ്സിലായത് അതല്ല ശരിയെന്ന്. അപ്പോൾ എന്തായാലും കാർഗർ NSSൻ്റെ പേരിൽ വളരെ നന്ദി. ഇവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ നന്ദി അവതരിപ്പിക്കുകയാണ്. നന്ദി. ഒരു വലിയ ശീതസമരത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് കാര്യം എന്ത് പറഞ്ഞാലും ആചാര്യാൽ പാദം ആദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ ച. അല്ലേ, നമ്മളൊരു കുട്ടി ജനിച്ചു വരുമ്പോൾ ആ കാൽഭാഗം എവിടെ നിന്നൊക്കെ കിട്ടുന്നുള്ളതിനെക്കുറിച്ചൊരു ചരിത്രമുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം ഇന്ന് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ മൂല്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുമ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ടെന്ന് ഇപ്പം മാഡം പറഞ്ഞു. തീർച്ചയായും നമ്മുടെ കുട്ടികൾ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ പോലെ കുട്ടികൾ നന്നായി വളരണമെന്ന് തന്നെയാണ്. കമ്പനികളുടെ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഇന്ന് എൻ്റെയൊക്കെ കമ്പനി ഉൾപ്പെടുന്ന പറയുന്നത് ഹോണസ്റ്റി ഈസ് ദ ഓൺലി പോളിസി എന്നാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് ഇന്ന് കമ്പനികൾ മാറിപ്പോകുന്നത്. ഇത്തരത്തിൽ ഒരുപാട് മൂല്യങ്ങൾ നമ്മൾ സമുദായത്തിലുണ്ട്, പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു. എന്നിരുന്നാലും നമ്മളൊക്കെ പ്രത്യാശിക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ കാത്തുകൊണ്ട്, നമ്മുടെ സമുദായത്തിൻ്റെ പ്രതീക്ഷകൾ കാത്തുകൊണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ കാത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കുട്ടികൾ കൂടി നമുക്കുണ്ട്. ഇവിടെ ഉന്നത വിജയം നേടിയ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഈ വേദിയിൽ വെച്ച് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ കാർഗർ നായർ സർവീസ് സൊസൈറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മറ്റ് സംഘടനകളുടെ ഭാരവാഹികളുണ്ട്. അവരെ നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ അവരെ അനുമോദിക്കാനും നമ്മുടെ ഒരു പൂച്ചെണ്ട് നൽകുവാനും വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പ്. MH46CE 4820 MH46CE 4820. യെസ്, ഒന്ന് പാർക്കിംഗ് ശരിയായിക്കോളൂ. കാർഗർ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മോഹൻ കുണ്ടുപാറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് കാർഗർ NSSൻ്റെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായരെ ഇവിടെ അപേക്ഷിക്കുകയാണ്. ശ്രീ മോഹൻ കുണ്ടുപാറ. കാർഗർ കേരള സമാജത്തിൻ്റെ
പ്രസിഡന്റ് ശ്രീ പ്രദീപ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാർഗർ കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രദീപിനെ കാർഗർ നായർ സർവീസ് സൊസൈറ്റിയുടെ ഉപഹാരം നൽകുന്നത് നമ്മുടെ മുൻ സെക്രട്ടറി കൂടിയായ ശ്രീ ദേവൻ പത്മനാഭൻ. നമുക്ക് കയ്യടിയിലൊന്നും ആർക്കും ഒരു പിശുക്ക് കൊടുക്കണ്ട കേട്ടോ. കാരണം നമ്മളൊക്കെ നയിക്കുന്നത് ഇത്തരത്തിലുള്ള പല സംഘടനകളാണ്. ശ്രീനാരായണ മന്ത്രിസമിതി കാർഗറിൻ്റെ ശ്രീ ഷാജി, സെക്രട്ടറി ശ്രീ ഷാജി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഉപഹാരം നൽകുന്നത് ശ്രീ ഹരിദാസ് നായർ, നമ്മുടെ സെക്രട്ടറി ശ്രീ ഹരിദാസ് നായർ. കേന്ദ്രീയ നായർ സാംസ്കാരിക സംഘ്, അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹരികുമാർ മേനോൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഉപഹാരം നൽകുന്നത് ശ്രീ സുനിൽ നായർ. ശ്രീ സുനിൽ. മലയാളി കൂട്ടായ്മ കാർഗർ പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് നായരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നത് ശ്രീ ഗോപകുമാർ നായർ. നെരൂൾ NSS നെരൂളിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രസാദ് പിള്ള, സെക്രട്ടറി NSS നെരൂളിൻ്റെ സെക്രട്ടറി ശ്രീ പ്രസാദ് പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നത് ശ്രീ ദിവാകരൻ. NSS സാൻപാട, NSS CBD, NSS കാമുട്ടെ, NSS പൻവേൽ എന്നിവർ എത്തിച്ചേർന്നിട്ടില്ല. വരുന്ന മുറയ്ക്ക് നമ്മൾ അവരെ സ്വീകരിക്കുന്നതാണ്. അതുപോലെ മലയാളി സമാജം സീവുഡ്, അവരും എത്തിച്ചേർന്നിട്ടില്ല. അടുത്തത് ഏത് രാജ്യത്തിൻ്റെയും ഏത് കുടുംബത്തിൻ്റെയും പ്രതീക്ഷ മുഴുവൻ കുട്ടികളിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രതീക്ഷയേറുന്ന, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഫ് ലൈഫാണോ ഫോർ ലൈഫാണോ? ഇവിടെ എനിക്ക് തോന്നുന്നത് ഫോർ ലൈഫിലെ ഒരുപാട് വിജയിച്ച കുറേ കുട്ടികളുണ്ട്. അവർ ഓഫ് ലൈഫിലും വിജയിക്കട്ടെ. അപ്പോൾ അവർക്കുള്ള ഉപഹാരമാണ് നമ്മൾ ഈ വേദിയിൽ വെച്ച് നൽകുന്നത്. രേവതി ബിജു നായർ, ഡോട്ടർ ഓഫ് ബിജു KV ആൻഡ് ദീപ്തി ബിജു. പാർവതി അശോക് നായർ, ഡോട്ടർ ഓഫ് അശോക് നായർ ആൻഡ് ദീപ അശോക്. അവർ ആരെങ്കിലും വേദിയിലുണ്ടെങ്കിൽ. അനുഷ്ക അനിൽ നായർ, ഡോട്ടർ ഓഫ് അനിൽ രാധാകൃഷ്ണൻ ആൻഡ് സുധാ മേനോൻ. അലോക് നായർ, സൺ ഓഫ് AM ദിവാകരൻ ആൻഡ് സരിത ദിവാകരൻ. ഓക്കെ, പിതാവ് വേദിയിലെത്തിച്ചിരിക്കുക. ഓക്കെ, അലോക് നായർ വേദിയിലെത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ കൂടെ മാതാപിതാക്കളും കൂടി വരണമെന്നാണ് സെക്രട്ടറിയുടെ അഭ്യർത്ഥന. കാരണം ആ കുട്ടിയുടെ പിറകിൽ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ
ഓ, അച്ഛൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം നന്മകളിൽ അച്ഛനുണ്ട്, നന്മകളിൽ അച്ഛനുണ്ട്. ഓക്കെ. ശ്രീ അനിൽ പണിക്കർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല, അമ്മയാണ് എല്ലാം ചെയ്തതെന്ന്. സാരംഗ് ബാബു പിള്ളെ, സൺ ഓഫ് ബാബു പിള്ളെ ആൻഡ് ജീന പിള്ളെ. സാരംഗിന് വേണ്ടി അച്ഛൻ ബാബു പിള്ളയും അമ്മ ജീനയും വരുന്നു ഏറ്റുവാങ്ങാൻ വേണ്ടി. ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ വേദിയിൽ ക്ഷണിക്കുന്നു. ശ്രീ വേണുഗോപാൽ നായർ അവാർഡ് കൊടുക്കുന്നതിന് ശ്രീ വേണുഗോപാൽ നായർ ക്ഷണിക്കുകയാണ്. ഇതൊക്കെ കൊടുക്കുന്നത് നമ്മുടെ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ നല്ല പെർഫോമൻസ് വാങ്ങിച്ച അല്ലെങ്കിൽ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള അവാർഡുകളാണ്. അപ്പോൾ ആ കുട്ടികൾ പലരും ഇവിടെയില്ല, അവർ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിലുമാണ് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി പാരൻസ് ഏറ്റുവാങ്ങുകയാണ്. അഭിനവ് കൃഷ്ണൻ നായർ, സൺ ഓഫ് മുരളി കൃഷ്ണൻ ആൻഡ് കവിത മുരളി. അഭിനവ് കൃഷ്ണൻ. അമൃത ഹരിദാസ് നായർ, ഡോട്ടർ ഓഫ് ഹരിദാസ് നായർ ആൻഡ് പത്മാവതി നായർ. ഓക്കെ. സെക്രട്ടറിന് മുമ്പോട്ട് വരുന്നുണ്ട്. ശ്രീ മനോജ് കുറുപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അവാർഡ് നൽകുന്നതിന് വേണ്ടി. ശ്രീ മനോജ് കുറുപ്പ്. ഇവിടെ ഒറ്റക്ക് ക്രെഡിറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ സെക്രട്ടറി നിൽക്കുന്നുണ്ട്. വാസുദേവ് വി മേനോൻ, സൺ ഓഫ് എം എൻ വിനോദ് ആൻഡ് നീതു. വാസുദേവ് മേനോൻ. ഓക്കെ. അപ്പോൾ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഏതായാലും നല്ലൊരു കയ്യടിയാകാം. കുട്ടികളൊരു നോക്കൊന്ന് പ്രത്യേകിച്ചൊരു കയ്യടി കൊടുക്കണം. മോനിപ്പോൾ എന്താ പഠിക്കുന്നത്? ഇപ്പം എന്താ പഠിക്കുന്നത്? സയൻസ് 11th. ഓക്കെ. അവാർഡ് നൽകുന്നതിന് വേണ്ടി ശ്രീ സുധാകുമാറിനെ ക്ഷണിക്കുകയാണ്. ശ്രീ സുധാകുമാർ. അദ്വൈത് സുനിൽ നായർ, സൺ ഓഫ് സുനിൽ നായർ ആൻഡ് ദീപ എസ് നായർ. നല്ലൊരു കൈഡിയാകാം. ഓക്കെ. അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി വസന്ത അശോക് കുമാറിനെ ക്ഷണിക്കുകയാണ്. ശ്രീമതി വസന്ത അശോക് കുമാർ. ഇവരൊക്കെ തന്നെ 10-12 ക്ലാസ്സുകളിൽ നല്ല വിജയം കൈവരിച്ച കുട്ടികളാണ്. ഇത് കൂടാതെ മറ്റ് സ്ട്രീമുകളിലും ഉന്നത വിജയം നേടിയ കുട്ടികളുണ്ട്. ഡോക്ടർ ആതിര പ്രശാന്ത്, MBBS. നല്ലൊരു കൈഡിയാകാം. ചെറിയ ഡിഗ്രി ഒന്നുമല്ല അല്ലേ, MBBS ഡിഗ്രിയാണ്. ഡോക്ടർ ഓഫ് ശ്രീ പ്രശാന്ത് ആൻഡ് വസന്ത പ്രശാന്ത്. രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈഡിയാകട്ടെ. അവാർഡ് നൽകുന്നതിന് വേണ്ടി സുബ ഗോപകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കമ്മിറ്റി മെമ്പർ. ഓക്കെ. മോള് വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പം മനസ്സിലായി നിങ്ങളല്ലാന്ന്. മകൾ ഇന്നലെ മുതൽ ഡ്യൂട്ടിയിലാണ്. തീർച്ചയായും മുമ്പോട്ട്. അങ്ങോട്ട് വെക്കണം.
താങ്ക് യു. ആരതി സുജിത് കൃഷ്ണൻ, എം ഫാർമ മേക്കപ്പില. ഓക്കെ, അപ്പോൾ ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല. ഹസ്ബൻഡാ? വന്നോളൂ. അപ്പോൾ ഹസ്ബൻഡിന് ഇവിടെ ഇപ്പം ഹസ്ബൻഡാണ് പുറകിലല്ലേ? അപ്പോൾ ഹസ്ബൻഡിന് നമുക്കൊരു നല്ലൊരു കൈയടി കൊടുക്കാം. ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീ, ഇവിടെ ഒരു സ്ത്രീയുടെ വിജയത്തിന് പുറകിൽ ഒരു പുരുഷൻ. അവാർഡ് നൽകുന്നതിന് വേണ്ടി ശ്രീ രാമകൃഷ്ണൻ വെൺമണിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Thank you. Amal Gopakumar, MSc Biotech, son of C. Gopakumar and Suma Gopakumar. Gopan, വരൂ. സുമ വരുന്നില്ലേ? വരൂ. അവാർഡ് നൽകുന്നത് നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായർ. അദ്ദേഹത്തെ ക്ഷണിക്കാം. NSSൻ്റെ ആഴത്തുള്ള വേരുകൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള വിദേശങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ത്യക്ക് പുറത്തും അഭിമാനാർഹമായ ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അത്തരത്തിലൊരു കുട്ടിയാണ് വന്ദിത ബാലചന്ദ്രൻ നായർ, ഡോട്ടർ ഓഫ് ശ്രീ ബാലചന്ദ്രൻ നായർ ആൻഡ് ജയശ്രീ നായർ. ഫസ്റ്റ് റാങ്ക് ആൻഡ് ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ മാസ്റ്റേഴ്സ് ഇൻ ടോക്സിക്കോളജി, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അയർലൻഡ്. നല്ലൊരു കൈയടി. അച്ഛനെയും അമ്മയെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അഭിമാനം കൊണ്ട് അവരുടെയൊക്കെ അല്ലേ നെഞ്ചിങ്ങനെ ശ്രീ ബാലചന്ദ്രൻ. ആൻഡ് ഓക്കെ, അവാർഡ് നൽകുന്നത് നമ്മുടെ സെക്രട്ടറി ശ്രീ ഹരിദാസ് നായർ വന്ധ്യതയ്ക്ക് വേണ്ടിയുള്ള അവാർഡുകൾ മാതാപിതാക്കൾക്ക് നൽകുകയാണ്. ചെറിയ കാര്യമൊന്നുമില്ല. ഫസ്റ്റ് റാങ്ക് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അയർലൻഡ്. താങ്ക് യു. കുട്ടികളൊക്കെ തന്നെ ഇത് നേടുന്നത് മാതാപിതാക്കളുടെ, അതുപോലെ തന്നെ നമ്മുടെ ഗുരു കാരണവന്മാരുടെ, അല്ലേ, നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരുടെ കൂടെ അനുഗ്രഹത്തോടു കൂടിയാണ്. ഇന്ന് ഈ വേദിയിൽ നമ്മുടെ ഈ കുടുംബസംഗമം കുറച്ചുകൂടി അർത്ഥവത്താക്കുവാൻ വേണ്ടി, അവരുടെ അനുഗ്രഹം നൽകുവാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലെ തന്നെ ചില മുതിർന്ന പൗരന്മാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗുരുവന്ദനം എന്ന രീതിയിൽ നമ്മൾ അതെപ്പോൾ എല്ലാ വർഷവും കൊണ്ടാടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മുതിർന്ന പൗരന്മാരെ, 70 കഴിഞ്ഞവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അവരെ പറ്റാവുന്നവർക്ക് വേദിയിലേക്ക് വരാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ചെയ്യേണ്ട രീതിയിൽ ഉണ്ട്. അപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ നായർ, സെക്ടർ 21, ശ്രീമതി വിജയലക്ഷ്മി, ഇവർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ടേക്ക് വരണം. വരാൻ പറ്റുമോ? നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ.
ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നമ്മുടെ കുട്ടികളും മാതൃകയാക്കേണ്ടതാണ്. കൊച്ചുകുട്ടികളെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മിസ്റ്റർ TPS നായർ, സെക്ടർ 15. TPS അങ്കിൾ മുകളിലേക്ക് വരണോ? താങ്ക്സ്. ശ്രീ TPS നായർ. TPS നായറിന് നമ്മുടെ ആദരം നൽകുന്നതിന് വേണ്ടി ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സരിത അയ്യരോട് അപേക്ഷിക്കുകയാണ്. മിസ്റ്റർ KGS നായർ, സെക്ടർ 5. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ KGS നായർ. മിസ്റ്റർ അപ്പാട്ട് നാരായണൻ നായർ, സെക്ടർ 12. ശ്രീ അപ്പാട്ട് നാരായണൻ നായർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ഹരിദാസ് മേനോനോട്, ശ്രീ ഹരിദാസ് നായർ, ശ്രീ ഹരിദാസ് നായർ. ശ്രീമതി രാധ നാരായണൻ നായരും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ശ്രീമതി രാധ. സുമ ഗോപകുമാർ. ഇതിൽ KGS നായരാണ് ഉള്ളത്. താങ്ക് യു. ശ്രീ KGS പിള്ളെ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ KGS പിള്ള. അദ്ദേഹത്തിന് ആദരം നൽകുന്നത് ശ്രീ ദേവൻ പത്മനാഭൻ. ശ്രീ ദേവൻ പത്മനാഭൻ. ശ്രീമതി വത്സല കൈമൾ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വത്സല കൈമൾക്ക് അവാർഡ് നൽകുന്നതിന്, നമ്മുടെ ആദരം നൽകുന്നതിന് വേണ്ടി വസന്ത ശിവകുമാറിനെ. അതെയാ, ഓക്കെ. ഓക്കെ, അവിടെ തന്നെ നൽകാൻ തീരുമാനിക്കുന്നു. നമ്മൾ അവിടെ കൊടുക്കും.
ശ്രീ ചന്ദ്രശേഖരൻ, ശ്രീ എസ് ചന്ദ്രശേഖരൻ, സെക്ടർ 12, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരം നൽകുന്നത് ശ്രീ സുനിൽ നായർ. ശ്രീ എസ് രാജശേഖരൻ നായർ, സെക്ടർ 12, അദ്ദേഹത്തിന് ആദരം നൽകുന്നത് ശ്രീ ഗോപകുമാർ നായർ. ശ്രീമതി മീനാംബിക മേനോൻ, ശ്രീ സുമ ഗോപകുമാറിനെ ക്ഷണിക്കുകയാണ്. സുമ. ശ്രീ യു ഉണ്ണികൃഷ്ണൻ നായർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരം നൽകുന്നതിന് വേണ്ടി ശ്രീ രാമകൃഷ്ണൻ വെൺമണിയെ ക്ഷണിക്കുകയാണ്. ശ്രീമതി രത്നം, വസന്തശശി, ഓക്കെ. അപ്പോൾ അവിടെയാ കയറാൻ പറ്റില്ലേ? ശ്രീമതി ഓമനാജി നായർ, അവർ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീമതി ഓമനാജി നായർ. സുമ ഗോപകുമാർ, പ്ലീസ്. ആദരം നൽകുന്നത് സുമ ഗോപകുമാർ. താഴ്ന്ന ശ്രീ എ അരവിന്ദാക്ഷൻ, സെക്ടർ 21, ശ്രീ സി അരവിന്ദാക്ഷൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ആദരം നൽകുന്നത് ശ്രീ ദിവാകരൻ. ശ്രീ സോമൻ നായർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ സോമൻ നായർ.
ശ്രീ ദേവകി നന്ദൻ മേനോൻ, ശ്രീമതി ശാരദ മേനോൻ. അവിടെ നിന്നാ മതിയാ? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. വരൂ. ശ്രീ വേണുഗോപാൽ നായർ, ശ്രീ വേണുഗോപാൽ നായർ. ശ്രീ അരവിന്ദാക്ഷന് ശ്രീ വേണുഗോപാൽ മേനോൻ ആദരം നൽകുകയാണ്. ശ്രീ ദേവകി നന്ദൻ മേനോനും ശ്രീമതി ശാരദ മേനോനും നമ്മൾ അവിടെ വെച്ച് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. ശ്രീ വസന്ത ശശി ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ അനിൽ പണിക്കർ, രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. അനിൽ പണിക്കർ ആൻഡ് വസന്ത ശശി. ഒ അച്യുതൻ നായർ, സെക്ടർ 24 ശ്രീ ഒ അച്യുതൻ നായർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ഒ എ നായർ, അദ്ദേഹം അവാർഡ് നൽകുന്നത്, അത് നമ്മുടെ ആദരം നൽകുന്നത് ശ്രീ മനോജ് കുറുപ്പ്. ശ്രീ മനോജ് കുറുപ്പ് ठीक है. मिस्टर रवींद्रन पिल्ले, श्री रवींद्रन पिल्ले, श्री रवींद्रन पिल्ले അവിടെ കൊടുക്കണം. അദ്ദേഹത്തിന് ആദരം നൽകുന്നതിന് ശ്രീ ഗോപാലകൃഷ്ണനോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ രവീന്ദ്രൻ പിള്ളെ, ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ചാടി കയറുകയോ ചെയ്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു അല്ലേ. വയസ്സല്ല പ്രായം, മനസ്സാണ് പ്രായം. കൂടെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമ്മൾ 17 വയസ്സിൽ അവാർഡാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അതെ 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 അതെ. ശ്രീമതി പത്മിനി അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുമ അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അവിടെ ഓക്കെ വേണം, വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ.
ശ്രീ ജയദേവൻ, സെക്ടർ 14 ശ്രീ ജയദേവൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ മനോജ് കുറുപ്പ് ആദരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ശ്രീ പി സി നായർ ആൻഡ് ശ്രീമതി ലീല നായർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്കുള്ള ആദരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായർ, അതുപോലെ തന്നെ സുമ, അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീമതി കല്യാണിക്കുട്ടിയമ്മ, അവർക്ക് ആദരം നൽകുന്നതിന് വേണ്ടി ശ്രീമതി വസന്ത അശോകുമാറിനോട്. ഇതോടുകൂടി ഗുരുക്കന്മാരുടെ, നമ്മുടെ കാരണവരെ ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചടങ്ങിനിടയിൽ ഇനി ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. നന്ദി പ്രകടനത്തിന് വേണ്ടി നമ്മുടെ ട്രഷറർ ശ്രീ ഗോപകുമാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നന്ദി പ്രകടനമാണ് എനിക്ക് കടമ. ഇന്നത്തെ പൊതുയോഗത്തിൻ്റെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ രാജശേഖരൻ നായർ, അദ്ദേഹം നമ്മുടെ പ്രസിഡൻ്റ് കൂടിയാണ്. സെക്രട്ടറി ശ്രീ ഹരിദാസ് നായർ, പിന്നെ നമ്മുടെ എല്ലാവരെയും ക്ഷണം സ്വീകരിച്ച് തിരക്കുകൾക്കിടയിലും നമ്മളോട് രണ്ട് വാക്ക് പറയാമെന്ന പ്രൊഫസർ ശ്രീമതി സരിത അയ്യർക്കും, എല്ലാത്തിനുമുപരി ഞങ്ങളെ സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും സഹായ സഹകരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ മെമ്പർക്കും എല്ലാവർക്കും ഇതോടുകൂടി ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഖാർഗർ നായർ സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ഫോട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മിറ്റി മെമ്പർമാരെല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഫോട്ടോഗ്രാഫറുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഒന്ന് എല്ലാ കമ്മിറ്റി മെമ്പർമാരും ഒന്ന് പെട്ടെന്ന് വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരൊക്കെ തന്നെ ഓരോരോ കാര്യങ്ങളിലേക്ക് ബിസിയാകും. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒഫീഷ്യൽ അല്ലെ ഔദ്യോഗികമായ പലർക്കും ബോറായി തോന്നുന്ന പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മളിനി എല്ലാവരും കാത്തിരിക്കുന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെയുള്ള കലാപരിപാടിയിലേക്ക് മൂവ് ചെയ്യുകയാണ്.
സത്യത്തിൽ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. നമ്മൾ 18 വർഷത്തെ ഒരുപാട് കമ്മിറ്റികൾ വന്നു പോയിട്ടുണ്ട്. ഇന്ന് നമ്മെ നയിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. നമ്മുടെ സ്വപ്നമായിരുന്ന നായർ ഭവനം പൂർത്തിയാക്കി ഇനി വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ ഒരു കാൽവെപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും നിസ്വാർത്ഥമായ സഹായ സഹകരണമുണ്ടെങ്കിൽ നമുക്ക് അതിലും വിജയികളാകാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തരെയും അഭിനന്ദിക്കാം. ആ ഒരു ചടങ്ങ്, ആ ഒരു പ്രവർത്തനം നമ്മൾ തീർച്ചയായും പൂർത്തീകരിക്കുമെന്നത്.